ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ്. ഇത് നമുക്ക് അപ്പം, ചപ്പാത്തി, പുട്ട്, പൊറോട്ട, വെള്ളപ്പം, ചോറ് അങ്ങനെ ഏത് വിഭവങ്ങളുടെ കൂടെയും വളരെ രുചികരമായി കഴിക്കാവുന്നതാണ്. നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാവുന്ന വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുവാൻ സാധിക്കും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഈ മുട്ട റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി ഒരു പാനിലോട്ട് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ നല്ലത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇവയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് രൂപത്തിലുള്ളത് ചേർത്ത് കൊടുക്കുന്നതിന് പകരമായി ഇതുപോലെ ചെറുതായി അരിഞ്ഞ് കൊടുക്കുന്നതാണ് ഈ മുട്ട റോസ്റ്റിന് കൂടുതൽ ടേസ്റ്റ് ലഭിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഉള്ളി ഒന്ന് നന്നായി വഴന്നു വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് ബ്രൗൺ നിറമായി വരേണ്ട ആവശ്യമില്ല. ഏകദേശം ഒന്ന് നന്നായി വഴന്നു കിട്ടിയാൽ മാത്രം മതി. ഏകദേശം ഒരു 3 മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ നന്നായി വഴന്നു കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ വഴന്നു കിട്ടിയ ഉള്ളിയിലേക്ക് 2 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് നെടുകെ കീറിയത്, 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇവയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ആക്കി വെക്കുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യുക. അല്ലെങ്കിൽ മസാലപ്പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതാണ്. ഇനി നമുക്ക് ഈ മസാലപ്പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം 2 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. മുട്ട റോസ്റ്റിന് കൂടുതൽ ഗ്രേവി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഏകദേശം 1 കപ്പിനടുത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതൊന്ന് 2 മിനിറ്റ് നേരം ഒന്ന് കുറുക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. അതിന് ഞാൻ മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതുപോലെ കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മസാലയിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം മുട്ട നടുവിലാക്കി മസാല അതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമാണ് ഈ മുട്ടയുടെ ഉള്ളിലോട്ടൊക്കെ നന്നായി മസാല പിടിക്കുകയുള്ളൂ. ഇങ്ങനെ കവർ ചെയ്ത് ഒരു 2 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു 15 മിനിറ്റ് കൂടി വെക്കുക. ഇപ്പോൾ നമ്മുടെ രുചികരമായ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വിഭവമാണിത്. എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി കാണും വരേക്കും ബായ്.